എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഈ ഓപ്പൺ ആയിട്ട് കഞ്ചാവ്, ഹാഷിഷ്, MDMA പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന പരിപാടി എല്ലാം ഓപ്പൺ ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരെ, ഒരു കോൺസ്റ്റബിൾ പോലും അവിടെ പോയി അവന്മാരെ കവാലത്തിൽ അടികൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര. നമസ്കാരം. ഇന്ന് തൂക്കും തൂഫാൻ, ഇന്ന് തൂക്കും. മറ്റാരെയുമല്ല, ഇന്ന് തൊപ്പിനെ ഗ്യാങ്ങിനെ ഇന്ന് തൂക്കും. ഇതൊരു MRS എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ടല്ലോ, കുറെ മലരുകളുടെ ഗ്യാങ്. സത്യം പറഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഈ സോഷ്യൽ മീഡിയക്കകത്ത് അമ്മയുടെ എന്തൊക്കെയാണ് യുവമാർ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു തെണ്ടികളിൽ തൂഫാനാണ്, തേങ്ങയാണ്, മാങ്ങയാണ്, എവിടെ കണ്ടാലും നിങ്ങളൊരു ഫോൺ കോൾ ചെയ്താൽ മതി, ഓടിച്ചെന്ന് അവനെയൊക്കെ തൂക്കും എടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ലൈവായിട്ട് കഞ്ചാവും മറ്റേ ബ്രൗൺ ഷുഗറും വരെ ലൈവായിട്ട് അവരെ കാണിച്ചു തരുന്നു. ഫ്രിഡ്ജിനകത്തിരിക്കുന്നത് പൊടി പെൺകുട്ടികളെ വിളിച്ചോണ്ട് ഒന്ന് നീ എടുത്തോ, ഒന്ന് ഞാൻ എടുത്തോ എന്ന് പറയുന്ന വോയിസുകൾ ഇവർ വന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അശ്ലീല വീഡിയോകൾ വെറുതെ അവിടെ പിടിക്കുന്ന മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വാണം അടിക്കുന്നതും തേങ്ങ അടിക്കുന്നതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണേ. രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരച്ച വീഡിയോ എടുക്കണമെന്നേ. ഇത് കാണാൻ ഒന്നുമില്ല. ഇന്നലെ എന്നിട്ട് ഒരുത്തരെന്ത് ചെയ്തു, ഈ തൊപ്പി ഇന്നലെ മറ്റവർക്ക് എതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലും അവന്മാർ ചോദിച്ചിട്ടില്ല ഇതെന്ത്, പിന്നെ എന്തൊരു തൂഫാനാണിത്, എനിക്ക് മനസ്സിലാവില്ല. ഇതെന്ത് തൂഫാനാണ്? ഇത്രയും എവിഡന്റ് ആയിട്ട് സംഭവം കാണിച്ചു തരുന്നുണ്ട്. അവന്റെ ഫ്രിഡ്ജിനകത്ത് ഈ സാധനം ഇരിപ്പുണ്ടെന്ന്. ഇത് ഇന്നും ഒന്നല്ല, ഇതിന് മുമ്പേ മയക്ക് വരുന്ന കേസിന് അകത്തായതാണ്. എന്നിട്ട് പോലും തൂഫാൻ എന്നു പറഞ്ഞ വലിയ കൊടിവെച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതുപോലുള്ള ആൾക്കാരെ പൊക്കണം. യവനെ പൊക്കണം. യവനെ മാത്രമല്ല, ഇവന്റെ കൂടെ ഉള്ള എല്ലാത്തിനെയും പൊക്കണം. അതുപോലെ ഇവന്റെ പണ്ടൊരു കാമുകയുടെ ഹസീനയ്യ എന്തോ ഒരു കാമുകയുണ്ടല്ലോ, ലവളയും പൊക്കണം. ലവളുടെ ഡയറിയിൽ എന്തൊരു ഓർമ്മയുണ്ട്, ഡയറിയിൽ എന്തോ മറ്റേതടിച്ചെന്ന ചുരുട്ടാ മറ്റെന്തോ അടിച്ചെന്ന് ഡയറിയിൽ എഴുതി. ഇവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാത്തിനെയും പൊക്കി ഇത് എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത് എന്ന് കണ്ടെത്തണം. മനസ്സിലായോ? കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ട് കാണും. യുവമാൻ ഇവിടെ കിടന്ന് സത്യം പറഞ്ഞ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് മൊത്തം അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചു കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇല്ലാതാക്കുന്ന ഒരു പരിധി വരെമാരാണ്. യുവമാരുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വെറും 10ാം ക്ലാസ് +1 പഠിക്കുന്ന അതിൽ താഴെയുള്ള കുട്ടികളാണ്. അവരുടെയൊക്കെ ഭാവി തൊലച്ചു കളയുന്ന യുവമാരാണ്. യുവമാരെ കണ്ടല്ലേ പഠിക്കുള്ളൂ. ഇത് ഒരു ലൈസൻസും ഇല്ലാതെ വന്ന കിടയാണ്. ഒരുത്തം വന്നിരുന്ന് കട്ടിലിൽ കിടന്ന് മറ്റത് ചെയ്യുന്നത്, ഇവൻ മറ്റത് ചെയ്യുന്നത്. ഇവൻ പറയുന്നത് അവന്റെ കഞ്ചാവ് എന്തോന്നത്. കൊച്ചു പെൺകുട്ടികളെ വിളിച്ച് ഫോട്ടോ എടുക്കാൻ വരുന്ന പെൺകുട്ടികളെയൊക്കെ വിളിച്ച് റൂമിനകത്ത് കയറിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. എന്തോന്നാണ് ഇത്? എന്നിട്ട് കേരള പോലീസിന് ഒരു തേങ്ങയും ചെയ്യാനില്ലേ? തൂഫാൻ ഒരു മാങ്ങാത്തുനിയും ചെയ്യാനില്ലേ എന്നാണ് എന്റെ ചോദ്യം. അപ്പോ എന്തായാലും ഇന്ന് ഞാൻ പൊക്കുമെന്ന് പറയാൻ കാരണം, ഇന്ന് ഷാലു പെയ്യഡ് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷാലു പെയ്യഡും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയായിട്ട് നല്ല ടേംസിലാണ്. മനസ്സിലായോ? ഈ ഒരു തൂഫാന് വേണ്ടിയിട്ട് പിന്നെ പ്രചരണത്തിനും ഒക്കെ ഷാലു പെയ്യഡിന്റെ പിന്നെ വീഡിയോ വഴിയാണ് ഇത് വന്നത്. രമേശ് ചെന്നിത്തല ഷാലു പെയ്യാടും കൂടി ചേർന്നുകൊണ്ടാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡ്യൂസും കാര്യങ്ങൾ. അതുപോലെ സോഷ്യൽ മീഡിയ ഇതിന് നല്ലൊരു ഹെൽപ്പ് വേണം, നിങ്ങളാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷാലു പെയ്യാഡിന്റെ ചാനൽ വഴിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷാലു പെയ്യാഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഉറപ്പാണ് ഈ ഒരു ഷാലു പെയ്യാഡിന്റെ ഒരു വീഡിയോ കൃത്യമായിട്ട് എവിടെയാണ് ഇവന്മാരെ സ്റ്റേഷൻ പരിധി, ഇവന്മാരെ കാണിച്ചത്, ഇവന്മാർ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ പറ്റുള്ളൂ. ആദ്യം ആ വീഡിയോ നമുക്ക് കൂടെ ഒന്ന് കേൾക്കാം. ഈ വീഡിയോ ദയവ് ചെയ്ത് കൊച്ചു കുട്ടികൾ കാണരുത്. പിന്നെ അമ്മമാരും. കേരള പോലീസ് ആരെയാണ് ഈ പേടിക്കുന്നത്? തൊപ്പിയിലെ കുറെ വേട്ടോളിയും പിള്ളേരെയാണ്. യവന്മാരെയൊക്കെ തൂക്കിയെടുത്ത് ആത്തിടേണ്ടതാണ്. യവന്മാർ കാണിക്കുന്ന അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കാട്ടപരാധമാണ് ഈ സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. നമ്മളെ പിള്ളേരെയൊക്കെ വഴിതെറ്റിക്കുകയാണ് അവന്മാർ. നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും ഓപ്പണായിട്ട് കഞ്ചാവ്, ഹാഷിഷ്, MDMA പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന പരിപാടി എല്ലാം ഓപ്പണായിട്ട് നിങ്ങളെ കാണിച്ചിട്ട് വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരെ, ഒരു കോൺസ്റ്റബിൾ പോലും അവിടെ പോയി അവന്മാരെ കവാലത്തിൽ അടികൊടുത്തില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങളെന്താ അവന്റെ പണത്തിനെ കണ്ട് പേടിച്ചു ചെയ്യാം? ഈ വീഡിയോ നമ്മുടെ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതുപോലെ കേരള പോലീസ്, പ്രത്യേകിച്ച് വാരാപ്പുഴ പോലീസ് സ്റ്റേഷൻ അധികാരികൾക്ക്, നമ്മളെ മക്കളൊക്കെ അവരുടെ വായിന്ന് അവരുടെ പ്രായത്തിനേക്കാൾ വലിയ വാക്കുകൾ വീഴുകയും അതുപോലെ തന്നെ അവരുടെ വൃത്തികെട്ട ചേഷ്ടകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നോ കിട്ടണമെന്ന്. സത്യം പറഞ്ഞാൽ അല്ല. കുട്ടികളുടെ മനസ്സ് കീഴടക്കണ ഒരു യൂണിവേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മളറിയാതെ നമ്മളെ മക്കള് നമ്മളെ മൊബൈലിലൂടെ വേറൊരു യൂണിവേഴ്സിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ ഇതിന് കാരണക്കാര് നമ്മൾ തന്നെയാണ്. നമ്മളെ മക്കൾക്ക് കൊടുക്കണ അമിത സ്വാതന്ത്ര്യമാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം. ഒരുപക്ഷെ നമ്മളെല്ലാം മൊബൈൽ എടുക്കുമ്പോൾ കുട്ടികളുടെ യൂണിവേഴ്സിൽ നടക്കണ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തലയിൽ കൈവച്ച് അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇത് കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്ന് പോലും
നമുക്ക് സംശയം തോന്നും. ഈ യൂണിവേഴ്സിലുള്ളവർക്ക് നിയമങ്ങളെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, സമൂഹത്തിനെ പേടിയില്ല, അവരെ അച്ഛനമ്മമാരെ പേടിയില്ല, അവരെ സഹോദരിമാരെ കുറിച്ച് ഒരു ഉത്കണ്ഠ അവർക്കില്ല. തമ്മിൽ വലിയ ക്രിമിനൽ കാര്യങ്ങൾ അവർ അഭിമാനത്തോടെയാണ് ഇപ്പം പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചെളിവാരി എറിയണതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് പോലെയാണ് അവർ കാണുന്നത്. MRS തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ഒരു 6-7 പയ്യന്മാരാണ്, കൊച്ചു പിള്ളേരാണ്. എനിക്കാണ് ഒരു 20-25 വയസ്സിനിടയിലുള്ള ഒരു 6-7 പിള്ളേർ സെറ്റാണ്. യവന്മാർ ചെയ്ത് കൂട്ടുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-17 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികളെ ഇവരുടെ പ്ലാറ്റ്ഫോം വഴി കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്ത് അവരെ ഇവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുക. കൊച്ചു പയ്യന്മാരാണ്. അപ്പോൾ ഈ പയ്യന്മാർ തമ്മിൽ ഫുൾ നൂഡായിട്ട് നിന്നിട്ട് ലൈവായിട്ട് വീഡിയോ കാണിക്കുക. അത് മാത്രമല്ല, ഒരു ഉളുപ്പുമില്ലാതെ ആണുമായിട്ടുള്ള ലൈംഗിക ചേഷ്ടകളൊക്കെ കാണിക്കുക. ഈ പെൺകുട്ടികളെയൊക്കെ ഡ്രഗ് കൊടുക്കുക. അവരുടെ വീട്ടിനകത്ത് ഡ്രഗ് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ പബ്ലിക്കായിട്ട് തന്നെ കാണിക്കുക. എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് കേരള പോലീസ് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന ആള് ലൈവിൽ വന്നിട്ട് വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അവൻ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, അടുത്ത ടീമിന് വേണ്ടിയിട്ട്. പക്ഷെ അതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതൽ യുവന്മാർ പറഞ്ഞത്. അങ്ങോട്ടും യുവന്മാരെല്ലാം ചെയ്തതാണ്. ഒരു ഉളുപ്പുമില്ലാതെ എന്ത് തൻ്റെ ഇടത്തോടെയാണെന്ന് അറിയാം അവൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്തത്, സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു പറഞ്ഞിട്ട്. എന്നിട്ട് ഈ വാരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരന്മാരെ പോലും ഇവനെ പിടിച്ച് ആത്തിരുത്തിയില്ലെന്നുള്ളത് ഭയങ്കര ദുഃഖമുള്ളൊരു കാര്യമാണ്. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാവില്ല. ഒന്നുകിൽ നിങ്ങൾ ക്രിമിനലിന്റെ കൂടെ നിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം തരണം. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളെയൊക്കെ യവന്മാരിങ്ങനെ വച്ച് കൈമാറുന്നു, ഒരാൾ ഉപയോഗിച്ചതിന് ശേഷം വേറൊരാൾക്ക് കൊടുക്കുന്നു. പ്രിയപ്പെട്ട കേരള പോലീസ്, നിങ്ങൾക്കും പെൺകുട്ടികൾക്ക് ഉള്ളവരല്ലേ? നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊന്നും തോന്നില്ലേ? ഇവനെയൊക്കെ അകത്തെടുത്തിട്ട് അവന്റെ ചെത്തി എടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നാളെ നമ്മളുടെ മക്കളും യവന്മാരുടെ ഈ യൂണിവേഴ്സിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കൾക്കാണ് നാളെ ഈ ഒരു അവസ്ഥ വന്നാൽ എന്നുള്ള രീതിയിലെങ്കിലും എടുത്ത് യവന്മാരെ ഇന്ന് തന്നെ ഉള്ളയെടുത്ത് ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. പ്രത്യേകിച്ച് 2 പെൺകുട്ടികളുടെ ഒരു അച്ഛൻ്റെ മനസ്സിൻ്റെ ഒരു രോദനം കൂടെയാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവര് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവര് ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവന് ഇഷ്ടമായ ചെറിയ പെണ്ണ്, 18ആമത്തെ പെണ്ണ്. ആ 18ആമത്തെ പെണ്ണിനെ ഈ പറഞ്ഞ പോലെ ഈ 18ആമത്തെ പെണ്ണ് എന്റെ കൂടെ റൂമിൽ എല്ലാം പൈസ കൊടുത്ത് മിക്കവാറും നാളത്തേക്ക് ഇതിന്റെ എല്ലാം ഇത് കളയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കേട്ടോ, എന്ത് ഒരു വിവരവും ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് വിളിച്ചിട്ട് 18ആവാത്ത പെണ്ണ് 2 പേര് വരുന്നു, നീ അവളെ എടുത്തു, ഞാൻ എവളെ എടുത്തു. ഇതിലേക്ക് സത്യം പറഞ്ഞ യവന്മാർ ഇതിനകത്ത് നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ മൊത്തമാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവനെ പിടിച്ചോണ്ട് പോയപ്പോൾ ഭയങ്കര കോലാഹലമായിരുന്നു. അവന് വേണ്ടിയിട്ട് ഭയങ്കര മുറവിളികളായിരുന്നു. അവന് വേണ്ടിയിട്ട് വീഡിയോസിലൊക്കെ ആയിരുന്നു, പോലീസുകാരെ വെല്ലുവിളിയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത എൻ്റെ പൊന്നു മക്കളെ, നീയൊക്കെ അകത്താവും. ആരൊക്കെ ഇനി അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, അവരെല്ലാം ഇതിനകത്ത് ഉള്ളയിലാകും എന്നുള്ളതാണ്. ഇന്നലെ ഈ പറയുന്ന തൊപ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നലെയാണോ ഇന്നാണോന്ന് അറിയില്ല. ഇന്നലെ അതിനകത്ത് അവൻ ഈ പറയുന്ന വാടാപ്പുഴ ആ പോലീസ് സ്റ്റേഷൻ പരിധി പോയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വീഡിയോ യവന്മാർ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തൊപ്പിയുടെ വീട്ടിനകത്ത് ഫ്രിഡ്ജിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്ന വീഡിയോ ഉണ്ട്. അത് ഇറങ്ങി ഇത്രയും എല്ലാവരും കണ്ടു. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇട്ടു. മെയിൻ സ്ട്രീം മീഡിയകൾ ഇതിനെക്കുറിച്ച് വാർത്ത പറഞ്ഞു. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം, ഈ പറയുന്ന എന്താണ് ഇത് അന്വേഷിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ആ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ആർക്കും കമാന്നൊരു അക്ഷരം അറിയില്ലായിരുന്നു. അവനെ പിടിക്കുകയോ നേരിട്ട് അവന്റെയൊക്കെ സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ട് പിടിക്കുകയോ ഒന്നും ചെയ്യാതെ അവന്റെ പരാതി വാങ്ങിച്ചിട്ട് അവനെ വിട്ടു എന്ന് കേൾക്കുമ്പോൾ അവന്റെ പരാതി വാങ്ങിച്ചിട്ട് അവൻ വിട്ടു. ആ ഒരു സാധനം ഞാൻ ഇവിടെ വെക്കാമേ. ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നിട്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് എല്ലാരെയും പിടിക്കണമെന്ന്. അതും കൂടി ഞാൻ വെക്കാം, കേട്ടോക്ക്. ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല, ക്രിമിനൽ കേസുകളാണ്. അവൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് നിങ്ങൾ ഈ തൂഫാന് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത്രയും എവിഡന്റ് ആയിട്ട് നിങ്ങൾ പറയുന്നത്, അവിടെ ആരെങ്കിലും കച്ചവടം നടക്കണമെങ്കിൽ കോഡ് ചെയ്ത് നമ്മൾ പോയി പിടിക്കാം. നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ നിങ്ങളോടൊപ്പം നിൽക്കണമെന്നല്ല. ഇപ്പൊ ഒപ്പം നിൽക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയ? ഇനി ഇതിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് തന്നെ യുവമാരെ പൊക്കിയിരിക്കും.
ഈ പറയുന്ന ഒന്നാമത് ഷാലു പെയ്യാട് ഈ ഒരു തൂഫാനുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ അതോടെ ആഭ്യന്തരമന്ത്രിയുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ളതൊക്കെ കൊണ്ട് തന്നെ ഈ പുള്ളി ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ യുവമാർക്ക് കോൾ പോയി കാണും. ഈ പറയുന്ന ആ ഒരു സ്റ്റേഷൻ പരിധിയിലേക്ക് കോൾ പോയി കാണും. ഇന്ന് ഞാൻ അവരെ പൊക്കും എന്നുള്ളതാണ്. അത് ഒരു മാറ്റമില്ല. ഇനി യവമാരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് യവമാരൊക്കെ ജയ് വിളിച്ചുകൊണ്ട് ആരെങ്കിലും വന്ന് വീഡിയോ ഇട്ടാൽ ലവമാരെയും പൊക്കും. അതുകൊണ്ട് രക്ഷകർത്താക്കൾ നോക്കിയിരുന്നു കുറെ കുഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുറെ പൈതലുണ്ട്. ഒരു തേങ്ങ അറിഞ്ഞുകൂടാതെ യവനെ എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ഉണ്ട്. അവന്മാരൊക്കെ ഇനി വന്നിരുന്നിട്ട് ഇവിടെ കേരളം കത്തിക്കും മറ്റത് കത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ല അവർ ലോകത്താവും എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ മസ്റ്റൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി കാണാം. ശരി.